നമസ്കാരം. മതേതരത്വം വീട്ടിൽ വെച്ചിട്ട് വേണം വോട്ട് ചെയ്യാൻ പോകുവാനെന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഉണ്ട്. അത് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുവാനാണ് ഈ വീഡിയോ. ഇന്നലെ തന്നെ ചിദാനന്ദപുരി സ്വാമിജിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. മതേതരത്വവും മുറുകെ പിടിച്ചിരുന്നാൽ, കപട മതേതരത്വം എന്ന് തന്നെ അതിനെ പറയണം. കാരണം മതേതരത്വം എന്നുള്ളൊരാശയം തന്നെ ഒരു ശുദ്ധ തട്ടിപ്പാണ്, ഭാരതത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. കാരണം മതേതരത്വം ഒരു ആത്യന്തികമായി അവസാനം ഹിന്ദുവിൻ്റെ തലയിൽ ഹിന്ദു മാത്രം ചുമക്കേണ്ട ഒരു ഭാരമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അതിനൊരു ആശ്വാസമുണ്ട്. ക്രിസ്ത്യാനിയും കൂടി ആ ചുമടിൻ്റെ അടിയിലേക്ക് പ്രബുദ്ധർ തള്ളിവിട്ടിട്ടുണ്ട്. കാരണം ഇവരെ ഉപയോഗിച്ചെടുത്തവർ ക്രിസ്ത്യാനിയുടെ വോട്ടും ഇപ്പോൾ ഹിന്ദുവിൻ്റെ വോട്ട് പോലെ തന്നെ ഏകീകൃതമല്ലാത്തൊരവസ്ഥയിലാണ് എന്നുള്ളൊരു ധാരണ രാഷ്ട്രീയ നേതാക്കളുടെ, LDF ആകട്ടെ UDF ആകട്ടെ, ഈ ഇരുമുന്നണികളുടെയും പ്രമുഖ നേതാക്കളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. നമുക്കൊരു സമുദായത്തിൻ്റെ സംഘടിതമായ വോട്ടിനെ ലക്ഷ്യമിട്ട് മാത്രം പ്രവർത്തിക്കാം, ഇവന്മാർ രണ്ടും എങ്ങനെ തുലഞ്ഞു പോയാലും നമുക്ക് കുഴപ്പമില്ല, അവന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മതേതരത്വത്തിൻ്റെ ഉറക്ക ഗുളിക ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാമെന്നുള്ളൊരാശയത്തിലാണ് LDF UDF മുന്നണികൾ ഇപ്പോൾ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിന് പുറത്തിപ്പോഴും ഹിന്ദുക്കളുടെ ബാധ്യതയാണ് എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി പറയുന്നത്. ഇന്ത്യ മുന്നണിയുടെ കുടക്കീഴിലാണല്ലോ ഈ കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി, മുള്ളുമുരട്, മൂർഖൻ പാമ്പ് എല്ലാം വരുന്നത്. LDF ആയാലും UDF ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും എല്ലാം വരുന്നത്. അവർ പറയുന്നത് ഹിന്ദുവിൻ്റെ തന്നെ ബാധ്യതയാണെന്നുള്ളത്. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കും കൂടി ആ ബാധ്യതയുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നു, മതേതരത്വം വീട്ടിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇത്തവണ സമ്മതിദാനം വിനിയോഗിക്കുവാൻ പോകാൻ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ജനാധിപത്യം എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ളൊരു ആശയമാണ്. ആ ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജനമാണെന്നാണ് വെപ്പ്. ജനമാണെന്ന് തന്നെയാണ് എൻ്റെയും ഇപ്പോഴത്തെയും വിശ്വാസം. ഈ നിമിഷം വരെ എനിക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. അൺലൈക്ക് മറ്റ് ചില മാധ്യമ പ്രവർത്തകരെ പോലെ. ഞാൻ മാധ്യമ പ്രവർത്തകനാണെന്ന് അവകാശപ്പെടുന്നില്ല. മാധ്യമ പ്രവർത്തന രംഗത്ത് ഒരു താരതമ്യേന ഒരു പുതുമുഖമാണ് ഞാൻ. ഈ ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട മാധ്യമ പ്രവർത്തകയുടെ അത്ര പോലും ഒരു പ്രവർത്തന പരിചയം എനിക്കില്ല. പക്ഷേ ഒരു സാമാന്യബോധം, സമ്മതിദായകൻ എന്നുള്ള നിലയിൽ ലോകപരിചയത്തിലും എന്തുകൊണ്ടും അവരെക്കാളും ഒരുപാട് കാതങ്ങൾ മുന്നിലാണ് ഞാൻ. അതിനൊരു അഹങ്കാരം എനിക്കുണ്ടെന്ന് തന്നെ കരുതിയാലും വിരോധമില്ല എന്ന് തിരിച്ച് വിഷയത്തിലേക്ക് വരാം. ജനാധിപത്യം എന്നുള്ള ഈ മനോഹരമായിട്ടുള്ള ആശയത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ജനാധിപത്യത്തിൽ ഭാരതത്തെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ, എല്ലാ രാജ്യങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ട്, ഭാരതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജനാധിപത്യം എന്നുള്ള ആശയത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അധികാരത്തിലേറുന്നവൻ ഇറങ്ങേണ്ട ഒരവസ്ഥ എന്തായാലും ഉണ്ടാവും. കയറ്റത്തിന് ഒരു ഇറക്കമുണ്ടാവും. അതായത് ഒരു അധികാരത്തിൽ പടിപടിയായി കയറി ഓരോ തവണയും കൂടുതൽ അധികാരം കൈപ്പറ്റി ഏറ്റവും മുകളിലെത്തുന്നവൻ ഒരു കാലത്ത് അത് ഇറങ്ങേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഘടകം. പക്ഷേ ഈ ജനാധിപത്യത്തിൻ്റെ കാവലാളെന്ന് പറയുന്ന ജനത്തെ സംബന്ധിച്ച് നാം നോക്കുകയാണെങ്കിൽ, ഭാരതത്തിൽ ഇപ്പോൾ കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഭാരതത്തിൽ പലയിടങ്ങളിലായി ജനം തിരിച്ചറിഞ്ഞു തുടങ്ങി. അവരുടെ സമ്മതിദാന അവകാശങ്ങൾ കൃത്യമായി വിനിയോഗിച്ച് അവർക്ക് വേണ്ട ജനപ്രതിനിധികളെ തന്നെ തിരഞ്ഞെടുത്ത് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒക്കെ അയച്ചു തുടങ്ങി. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാലത്തും 5 വർഷത്തിലൊരിക്കൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു ഉപകരണം മാത്രമായി സമ്മതിദായകർ മാറിയിട്ടുണ്ട്. ആ സമ്മതിദായകരെ ഉപയോഗിക്കുവാനുള്ള കരങ്ങൾ ഒരുപക്ഷെ മതപണ്ഡിതന്മാരാകാം, മതമേലധ്യക്ഷന്മാരാകാം. ഒരു കാര്യം പറയട്ടെ, പൂജാരിമാർക്ക് എന്തായാലും ഇതിൽ വലിയ റോളൊന്നുമില്ല. പൂജാരിമാർ പറഞ്ഞാൽ ആരും കേൾക്കാറുമില്ല. ഹൈന്ദവ സമൂഹം പൂജാരിമാർ നമ്മുടെ BJPക്ക് വോട്ട് ചെയ്യണം കേട്ടോ, താനാരത് പറയാൻ എന്ന് ഹൈന്ദവ സമൂഹം അദ്ദേഹം അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തിരിച്ച് ചോദിച്ചിരിക്കും. പക്ഷേ ഹൈന്ദവ സമൂഹത്തിന് മറ്റൊരു പ്രശ്നമുണ്ട്. നമുക്കിഷ്ടമുള്ള ആളുകൾ LDFിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയം, കമ്മ്യൂണിസം എന്നുള്ളൊരാശയം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും ഉള്ളിൽ വേരുറച്ചു പോയി, അവരാണ് ഈ നാശങ്ങൾക്കെല്ലാം കാരണം, അവർക്കുള്ളത് വേറെ വെച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ തലമുറ പറയുന്നത്. തമാശയായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അവരുടെ മനസ്സിൽ വേരുറച്ചു പോയി. അതുകൊണ്ട് തന്നെ പാരമ്പര്യമായി ഞാൻ കമ്മ്യൂണിസ്റ്റുകാർക്കാണ് വോട്ട് ചെയ്യുന്നത്, കോൺഗ്രസ്സുകാർക്കാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ആശയം ഏത് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നോ ആ പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രവർത്തകർ, ഇവരെല്ലാം എത്ര കൊള്ളരുതാത്തവന്മാരാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടാലും എൻ്റെ വിരൽ ആ പാർട്ടിയുടെ ചിഹ്നത്തിലേക്ക് നീളുകയുള്ളൂ എന്നുള്ളൊരു അടിമ മനോഭാവം ഹൈന്ദവർക്കുമുണ്ട്. ഇത്തരത്തിലുള്ള അടിമ മനോഭാവം കുറേ കൂടി കേന്ദ്രീകൃതമായിട്ട് മതമേലധ്യക്ഷന്മാരും മതപണ്ഡിതന്മാരും മറ്റ് സമുദായങ്ങളുടെ മേൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു ദുരവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഈ ഹൈന്ദവരുടെ അടിമ മനോഭാവം അവർ ഒരിക്കലും വിട്ടുകളയുവാതിരിക്കുക
വിനിയോഗിക്കാൻ വേണ്ടിയാണ് ഈ മതേതരത്വം എന്നുള്ള ഉറക്ക ഗുളിക ഇടയ്ക്കിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഹൈന്ദവർ മതേതരരായിരിക്കണം കേട്ടോ, മറ്റുള്ളവരെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. അങ്ങനെ യാതൊരു ബാധ്യതയും നിങ്ങൾക്കില്ല. ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കും ആ ഉറക്ക ഗുളിക കൊടുക്കുന്നുണ്ട്. കാരണം മതമേലധ്യക്ഷന്മാരെ അവർ ചോദ്യം ചെയ്തു തുടങ്ങി. മറ്റൊരു സമുദായം മതപണ്ഡിതന്മാരെ അവരിൽ ഭൂരിഭാഗവും ചോദ്യം ചെയ്യുവാൻ ധൈര്യപ്പെടുക എന്നുള്ളൊരവസ്ഥയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിശീലിപ്പിക്കപ്പെട്ട രീതിയിലാണ് അവർ പെരുമാറുന്നത്. ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതല്ല, പരിശീലനം ലഭിച്ച ഒരു പ്രവൃത്തി മാത്രമാണ്. അവർ സമ്മതിദാനമായാലും അവരുടെ ദൈനംദിന ജീവിതങ്ങളിൽ അവർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളോ ആചാരങ്ങളോ ആയാലും അതിൻ്റെ ശരിയോ തെറ്റോ അതുകൊണ്ട് അവർക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ ഇതൊന്നും പുറത്ത് പറയുവാൻ പോലുമുള്ള അവകാശം അവർക്കില്ല. അത്തരത്തിലുള്ള ഒരു അടിമ മനോഭാവത്തിൽ അവരെ കൊണ്ടുപോകുന്നതിൽ മതപണ്ഡിതന്മാർ ഒരു പരിധിവരെ കേരളത്തിൽ ഇന്നും വിജയിച്ച് നിൽക്കുകയാണ്. ഇതാണ് കേരളത്തിലെ ഒരു സാമൂഹ്യാവസ്ഥ. ഇത്തരത്തിലുള്ളൊരു സാമൂഹ്യാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മനോഹരമായൊരു ഘടകമുണ്ടല്ലോ, ഈ അധികാരത്തിൽ ജനാധിപത്യത്തിൽ ഉൾപ്പെടുന്ന ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും ഈ അധികാരം എല്ലാ കാലത്തും വർദ്ധിച്ച് പിന്നെ അത് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. സമ്മതിദായകന് മാത്രം എല്ലാ കാലത്തും കേരളത്തെ സംബന്ധിച്ച് അവരുടെ അധികാരം കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആലോചിച്ച് നോക്കൂ, മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാക്കൾ ധാർഷ്ട്യത്തോടു കൂടി അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയുന്നത് കേരളത്തിലെ 27 മണ്ഡലങ്ങളിൽ ഒരു ഹിന്ദു പോലും ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും പ്രശ്നമില്ല, ഞങ്ങൾ ജയിക്കുമെന്നുള്ളതാണ് ധാർഷ്ട്യത്തോടു കൂടി പറയുന്നത്. അതായത് ഒരു സമുദായത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ സമ്മതിദാനാവകാശത്തിന് ഒരു വിലയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആ കാര്യം എത്തുന്നതാണ് ഞാൻ പറഞ്ഞത്. സമ്മതിദായകൻ ഹിന്ദു ഇക്കാര്യത്തിൽ ഈ പറഞ്ഞ ഉദാഹരണത്തിൻ്റെ കാര്യത്തിൽ ഹിന്ദു സമുദായത്തിൻ്റെ സമ്മതിദാനാവകാശത്തിൻ്റെ ഒരു അധികാരം അല്ലെങ്കിൽ ശക്തി കീഴോട്ടാണ് പോകുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും അത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മതേതരത്വം എന്നുള്ള ഉറക്ക ഗുളിക കഴിക്കാതെ മതേതരത്വം എന്നുള്ള ആശയം വീട്ടിൽ വെച്ചിട്ട് വേണം ഇന്നത്തെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ ഓരോ കേരളീയനും പോകേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ആ അഭിപ്രായം പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഈ മതേതരത്വം എന്നുള്ളൊരു ഉറക്ക ഗുളിക കഴിച്ചുകൊണ്ട് നാം വിനിയോഗിക്കുന്ന സമ്മതിദാനാവകാശം ആരെയാണ്, എന്താശയത്തെ പ്രതിനിധീകരിക്കുന്നവർ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന മുന്നണികളെയാണ് സഹായിക്കുന്നത് എന്ന് ചിന്തിക്കുക. പൂർണ്ണമായിട്ടും ഒരു ദേശവിരുദ്ധമായിട്ടുള്ള, രാജ്യവിരുദ്ധമായിട്ടുള്ള, നമ്മുടെ സംസ്ഥാന വിരുദ്ധമായിട്ടുള്ള ഒരു ഏകാധിപത്യ പ്രവണത ഉള്ളിൽ വെച്ച് പുലർത്തുന്ന, അല്ലെങ്കിൽ ഒരു ഏകാധിപത്യപരമായിട്ടുള്ള മതനിയമം സംസ്ഥാനത്തെങ്കിലും, രാജ്യത്തിപ്പോൾ അത് സാധ്യമല്ല, തൽക്കാലം ഈ കേരള സംസ്ഥാനത്തിലെങ്കിലും കൊണ്ടുവരണം. അത് നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ, അവരുടെ ഒരു ശക്തി പ്രകടനത്തിലൂടെ അവർ സഹായിച്ച ആളുകളെ അധികാരത്തിലെത്തിച്ച് നിയമപരമല്ലാത്ത രീതിയിലൂടെ ആണെങ്കിൽ അങ്ങനെ. കാരണം അവരെ സഹായിക്കുന്ന ആളുകൾ പൂർണ്ണ ശക്തിയോടുകൂടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ സഹായിച്ച ആളുകൾ പൂർണ്ണ ശക്തിയോടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അമ്പലത്തിൻ്റെ ഉത്സവം തടയുവാനോ ഒരു പള്ളിയുടെ പെരുന്നാളിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ബോർഡ് വെച്ചാലോ അല്ലെങ്കിൽ അതിനൊരു അലങ്കാരം വെച്ചാലോ അതിനെ താഴെ ഇറക്കിക്കുവാനോ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അതുതന്നെയാണ് അവർ തൽക്കാലം ലക്ഷ്യമിടുന്നത്. ഭാവിയിൽ അവർ പൂർണ്ണമായും നിയമപരമായി തന്നെ അവരുടെ മതനിയമങ്ങൾ നടപ്പാക്കുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. തൽക്കാലം അവർക്ക് ഇത്രയെങ്കിലും ചെയ്യുവാനുള്ളൊരു മാർഗമാണ് അവർ ഈ ഇരു മുന്നണികളും ഹിന്ദുക്കൾക്കും ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കും നൽകുന്ന മതേതര ഗുളികയിലൂടെ, ഉറക്ക ഗുളികയിലൂടെ നടപ്പാക്കുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ മതേതരത്വം എന്നുള്ള ആശയത്തെ വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ എടുത്ത് തോട്ടിൽ കളഞ്ഞിട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോവുക. പക്ഷേ പോളിംഗ് ബൂത്തിലേക്ക് പോകാതിരിക്കരുത്. ചാരുകസേരയിൽ ചാരി കിടന്നു കഴിഞ്ഞാൽ ഈ ഉറക്ക ഗുളിക നിങ്ങൾ കഴിച്ചാലും ഇല്ലെങ്കിലും ജനാധിപത്യത്തിൽ അതുകൊണ്ടുള്ള പ്രയോജനമോ നിഷ്പ്രയോജനമോ ഇല്ലാതെ പോകും. നിങ്ങളെ കൊണ്ടുള്ള പ്രയോജനരാഹിത്യം നിങ്ങൾ തന്നെ വരുത്തി വയ്ക്കും. അവർ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റ് കാലാവസ്ഥയൊന്നും കണക്കാക്കാതെ, കാലാവസ്ഥയെ കണക്കാക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ കാലാവസ്ഥയെ കാര്യമാക്കാതെ പോളിംഗ് ബൂത്തിലെത്തണം. പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം കുടയും വെള്ളമൊക്കെ കയ്യിൽ കരുതുക. വേനൽക്കാലമാണ്. ഒപ്പം വീണ്ടും പറയുന്നു, മൊബൈൽ ഫോൺ പോളിംഗ് ബൂത്തിൻ്റെ പരിസരങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക. അത് പോലീസുകാർ വാങ്ങി വെച്ചാൽ 5 മണി കഴിഞ്ഞ് തിരികെ ലഭിക്കുകയുള്ളൂ. ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കോൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, വരിയിൽ നിന്ന് മുഷിയുമ്പോൾ ഫേസ്ബുക്ക് നോക്കുകയോ വാർത്തകൾ നോക്കുകയോ ഇതൊന്നും ചെയ്യാനുള്ള അനുവാദം ആർക്കുമില്ല. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പൂർണ്ണമായും പോളിംഗ് ബൂത്തിൻ്റെ പരിസരങ്ങളിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അതൊന്ന് ശ്രദ്ധിക്കുക. അറിയാവുന്ന കാര്യമായിരിക്കാം, ആവർത്തിച്ച് പറഞ്ഞു എന്ന് മാത്രം, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും പറയുന്നു, മതേതരത്വത്തെ വീട്ടിൽ വെച്ചിട്ടോ എടുത്ത് പൂർണ്ണമായും തോട്ടിൽ കളഞ്ഞിട്ടോ, പൂർണ്ണമായിട്ട് ഒറ്റയടിക്ക് തോട്ടിൽ കളയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് വീട്ടിൽ വെച്ചിട്ട് സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ പോളിംഗ് ബൂത്തിലേക്ക് പോവുക. എന്തായാലും സമ്മതിദാനാവകാശം വിനിയോഗിക്കാതിരിക്കരുത്.
അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.